ഗോവിന്ദ എന്ന നെയിം മാത്രം മതി ഇവരുടെ ഓരോരുത്തരുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരാൻ. പിണങ്ങിയോ കണ്ണങ്ങിന്നോടിണങ്ങുവാ ചെല്ല് ചെല്ല് ഭയങ്കര ഒരു എക്സ്ട്രാ ഒരു ബഹുമാനം കൊടുക്കാൻ തോന്നുന്ന ഒരു ലുക്കിലാണ് മനീഷേട്ടൻ വന്നിരിക്കുന്നത്. ഇവര് പറയണല്ലോ കോളേജ് കാലഘട്ടത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അച്ഛൻ്റെ കൂടെ പഠിച്ച എന്റെ സ്വന്തം ഗുരുവായൂരപ്പ. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പോയിട്ട് നിങ്ങൾക്ക് മോശം അനുഭവം എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഈ അടുത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. പോകാത്ത ഒരു സ്റ്റേജ് പറയേണ്ട കാര്യമില്ല. അല്ല, പോയ സ്റ്റൈലും ഉണ്ടായിട്ടുണ്ട്. പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ടോ? ചന്ദനം തൊടുക, കരച്ചിടുക. നിങ്ങൾ മറ്റേ ഒരു ലിപ് ബാം പോലും യൂസ് ചെയ്യാറില്ല. ഒന്നര പ്രാവശ്യം ചെയ്തത് അബദ്ധമായോണ്ട് നിർത്തിയ പരിപാടി. അതായത് ഞങ്ങള് ഭജൻ കണക്കില് ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് വാരി മുഖത്ത് അത് നല്ല വൃത്തികേടായപ്പോഴത്തേനും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിലിമിൽ അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ടോ? അഭിക്ക് ചാൻസ് കിട്ടി. ആ അഭിക്കാ ഏത് പടത്തില്? അതറിയത്തില്ല അവന്. അത് നായകന്റെ അനിയനായിട്ട് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മറ്റേ കൊല്ലുവാണ്. അതിനുശേഷം ഫോട്ടോ മാത്രമേ ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. അപ്പോ വിഷു ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിഷു നമ്മുടെ കെന്ന ഷോയില് എന്താ പറയാ, ലോകമെമ്പാടുള്ള എല്ലാവരും ഒരുപാട് വ്യൂസ് തന്ന ഒരു വിഷു എപ്പിസോഡായിരുന്നു. ഓൾമോസ്റ്റ് 1 കോടിയിലധികം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഒരു വിഷു എപ്പിസോഡായിരുന്നു. ആൻഡ് ഈ പ്രാവശ്യം അതൊക്കെ മേലെ വെട്ടാനായിട്ട് ഞാൻ കുറച്ചധികം ടീമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കെന്ന ഷോയില്. എനിക്ക് തോന്നുന്നു ഇവരെ കുറിച്ച് ഒരുപാട് അങ്ങനെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് അങ്ങ് വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല. നന്ദ ഗോവിന്ദം എന്ന നെയിം മാത്രം മതി ഇവരുടെ ഓരോരുത്തരുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരാൻ. യെസ് ഗായ്സ്, നമ്മുടെ വിഷു എപ്പിസോഡ് ഒരുപാട് ഐശ്വര്യത്തോടെ ഒരുപാട് ഐശ്വര്യം നിറഞ്ഞ മുഖങ്ങളാണ് എന്റെ എപ്പിസോഡുള്ളത്. ഹലോ, നമസ്കാരം. യെസ്, വിഷു. അതെ, ഹാപ്പി വിഷു. കഴിഞ്ഞ വർഷത്തെ വിഷുവില് എനിക്ക് ഓൾമോസ്റ്റ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയയില് അത്യാവശ്യം അധികം വൈറലായ ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഈ പ്രാവശ്യം എനിക്കൊരു 2 കോടിയെങ്കിലും വ്യൂസ് നിങ്ങൾ എത്തിച്ചു തരുമായിരുന്നെങ്കിൽ. വിഷു കഴിഞ്ഞിട്ട് ഈ വർഷം കൂടെ എനിക്കൊന്ന് മിന്നിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് അധികം ഐശ്വര്യമുള്ള ആൾക്കാരെ തരണമെന്ന്. അപ്പൊ എനിക്ക് ഐശ്വര്യമുള്ള ആൾക്കാരാണ്. ശരിക്കും നിങ്ങൾക്ക് ഭയങ്കര ഐശ്വര്യമുള്ള ആൾക്കാരാണ്. എനിക്ക് നിങ്ങളോട് നിങ്ങൾ വന്നിരിക്കുമ്പോ ബഹുമാനത്തോടെ മിണ്ടണോ, എനിക്കൊരു ഡിവൈൻ ഒക്കെ തോന്നുന്നു. നിങ്ങളെ കാണുമ്പോ അച്ചടക്കത്തോടെ ഇരിക്കണോ, അധികം സംസാരിക്കണോ എന്നൊന്നും അറിയത്തില്ല. ശരിക്കും പാവങ്ങളാണോ നിങ്ങളെല്ലാരും? അല്ല, എനിക്ക് വീഡിയോയിലൊക്കെ കാണുമ്പോ എനിക്ക് നിങ്ങളുടെ ഒക്കെ കാണുമല്ലോ ഭയങ്കര പ്രസൻസ്, ഇങ്ങനെ തന്നെ ഇരിക്കാൻ തോന്നുന്നു. അങ്ങനെ എല്ലാരും പറയാറുണ്ടോ? അങ്ങനെയൊക്കെ പറയാറുണ്ട്. പാവങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒറ്റയ്ക്കുള്ളപ്പോ കാണണം. അതെ, ഇനി ഓരോരുത്തരുടെ അടുത്ത് ഞങ്ങൾ ഹോം ടൂർ വിസിറ്റ് ചെയ്യാം. ഒറ്റയ്ക്ക് അറിയാൻ പറ്റൂല. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ നിങ്ങളുടെ? നന്നായിട്ട് പോകുന്നു. എന്താ സന്തോഷം എല്ലാവരുടെ മുഖത്തൊക്കെ അല്ലെ. ഇങ്ങനെ ഈ ഭക്തി സോങ്സ് ആണല്ലോ കൂടുതലും പാടുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാവർക്കും ഒരു ഭക്തി മാർഗത്തിലൂടെ എത്തിക്കാനായിട്ട് ഇപ്പൊ എന്താ ഈ സോക്കോൺ പറയുന്ന ഈ കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് പേരുണ്ട്. ഏത്തിസ്റ്റ് കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം അവരൊക്കെ ഇങ്ങനെ ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കമന്റ്സ് കണ്ടു, ഞങ്ങളെ പോലും ഭക്തിയുടെ മാർഗത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അങ്ങനെ നേരിട്ട് വന്ന് അങ്ങനെ പറഞ്ഞേക്കണവരൊക്കെ ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഭക്തിയുടെ മാർഗം നല്ല ശരിക്കും അവര് പറയുന്ന ഏത്തിസ്റ്റ് ആണ്. എനിക്കൊന്നും വിശ്വാസമില്ല, അങ്ങനെ ഒരു ദൈവത്തിലോ അങ്ങനൊന്നും വിശ്വാസമില്ല. പക്ഷെ എന്നാലും നിങ്ങളുടെ എല്ലാ പാട്ടുകളും കേൾക്കും. അത് അവർക്കൊരു അങ്ങനെ അവര് പറയുന്നത് കൂടുതലും പോസിറ്റീവ് എല്ലാവർക്കും വേണ്ട കാര്യമാണല്ലോ അല്ലെ. സമാധാനം എല്ലാവർക്കും വേണ്ടല്ലോ. അതെ. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് റിവ്യൂ വീഡിയോസ് ഞാൻ അങ്ങനെ കണ്ടിരുന്നു. ഈ ഷോർട്സും റീൽസ് ഒക്കെ ഇങ്ങനെ. നിങ്ങളൊക്കെ ഭയങ്കര ഭക്തിയുള്ള കൂട്ടത്തിലാണോ? ഡെയിലി ഇങ്ങനെ അമ്പലത്തിൽ പോയി അളന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ഡെയിലി അമ്പലത്തിലൊക്കെ പോയി? അങ്ങനെ ഡെയിലി അമ്പലത്തിലൊന്നും പോകാറില്ല. അങ്ങനെ നമ്മള് പക്ഷെ അമ്പലത്തിൽ എല്ലാ ദിവസവും പോയാലും നമുക്ക് അതിനേക്കാൾ കൂടുതൽ നമുക്ക് സന്തോഷവും അല്ലെങ്കിൽ നമുക്കൊരു ഫീൽ കിട്ടുന്ന നമ്മളെ പ്രോഗ്രാംസ് ആണ്. അത് പാടുമ്പോഴും
അല്ലെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള റെസ്പോൺസ് ഒക്കെ ആ ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോൾ അവര് തരുന്നൊരു എനർജി ഉണ്ടല്ലോ. അപ്പം എല്ലാം ഇറ്റ്സ് ഓൺ എനർജി, റൈറ്റ്? അപ്പൊ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, എനർജി ട്രാൻസാക്ഷൻ. അതെ അതെ അതെ, അങ്ങനെയാണ്. ഇതിൽ ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഹാളിലേക്ക് വരുമ്പോ എല്ലാരും അവരുടെ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുന്ന കുറച്ച് രംഗങ്ങളാണ് ഞാൻ കണ്ടത്. കുട്ടികൾ കല്യാണം കഴിക്കാത്തവരാണുള്ള ഒരാളുള്ളൂ അല്ലേ? ചുള്ളനായിട്ട് ഇപ്പൊ മാത്രമല്ല മാത്രമല്ല കണ്ണൻ, ശ്രീദർശൻ, ജയകൃഷ്ണൻ, അഖില് വയലും വായിക്കുന്ന അഖില് കൊണ്ടുണ്ട്. നിങ്ങൾക്കായിരിക്കും കുറച്ചധികം ഫാൻ ബേസും മെസ്സേജസ് ഒക്കെ വരുന്നത്. അങ്ങനെയൊന്നുമില്ല, പറഞ്ഞു, ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എന്തും തുറന്നു പറയാം. കമ്മിറ്റഡാ. തീർന്ന് ഇല്ല പൊരിക്കാൻ തുടങ്ങിയത്. പക്ഷെ കൂടുതല് ഇദ്ദേഹത്തിന് കൂടുതൽ വരുന്നത് വാത്സല്യോ അല്ലെ? അമ്മമാര് മുഖമൊക്കെ ചോന്ന് ടെൻഷൻ അടിച്ചു പാവോ. അത് ശരി, നല്ല ഓമനത്തുള്ള ഒരു മുഖം കേട്ടോ. എല്ലാരും പറഞ്ഞ കൊച്ചുകുട്ടി കൊച്ചുകുട്ടിയാണ്. കമ്മിറ്റഡ് ആണോ? സത്യം പറ. ഈ എല്ലാരും പറയുന്ന ആരൊക്കെ പറയാം? പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ പറയാറ് കൊച്ചുകുട്ടീനെ പോലെയാണ്. അമ്മമാരൊക്കെ പറയും. അമ്മമാരൊക്കെ പറയും. കമ്മിറ്റഡ് ആണോ സത്യത്തില്? അതൊന്നും ഇവൻ ഞങ്ങളോട് പറഞ്ഞ അങ്ങനെയാണ്, വീട്ടുകാരും പറഞ്ഞ അങ്ങനെയാണ്. പിന്നെ ഞാനും അംഗീകരിച്ചു. ഇവരെ വിശ്വസിച്ച് ഞാൻ പറഞ്ഞ ചേച്ചി. വിശ്വാസമല്ല. അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ട് കെന്നാ ഷോയില് നമ്മുടെ അഭി കമ്മിറ്റഡ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ ഇത്രയും കാലം ഇന്റർവ്യൂവിനെ പറയാൻ രണ്ട് കാര്യമുള്ളായിരുന്നു. ഒരു വർഷമായി വന്നിട്ട് വളരെ സന്തോഷമുണ്ട്. പുതിയ കാര്യങ്ങളായി. അതെ, അല്ല എന്തായാലും എങ്ങനെ പോകുന്ന കമ്മിറ്റഡ് ലൈഫ് ഒക്കെ? ഇന്നെന്തായാലും തീരുമാനം. അതെ, ഇന്നെന്തായാലും തീരുമാനം. കുഴപ്പമില്ല. ആരും അറിയത്തില്ല, വളരെ കുറച്ചു പേരെ അറിയത്തുള്ളൂ. വളരെ കുറച്ച്. നിങ്ങളുടെ വിഷു ഒക്കെ എങ്ങനെയാ? സ്റ്റേജുകളിലാണോ അതോ വീട്ടിലൊക്കെ പോകാൻ ടൈം കിട്ടാറുണ്ടോ? ഈ വർഷം സ്റ്റേജിലാണ്. കഴിഞ്ഞ വർഷം വീട്ടിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും പ്രോഗ്രാം ഉണ്ടായിരുന്നു. വിഷുവിന് പ്രോഗ്രാംസ് ഉണ്ട്. നാളെയാണ്. അല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ആ ഉണ്ടോ? ശരി. സ്റ്റാർട്ട് ചെയ്ത അമ്പലമുണ്ട്, വേമ്പിക്കുളങ്ങര, ഞങ്ങളുടെ നാട്ടിലെ അമ്പലം. അപ്പൊ മിക്കവാറും വിഷുവിന് അവിടെ ആയിരിക്കും പ്രോഗ്രാംസ്. നിങ്ങൾ പരസ്പരം വിഷു കൈനീട്ടൊക്കെ കൊടുക്കാറുണ്ടോ? അങ്ങനെ കൈനീട്ടൊന്നും കൊടുക്കാറില്ല. ഇന്നലെ തന്നല്ലേ ഒരു ചേച്ചി? ഇന്നലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. എന്നാലും നമുക്ക് പ്രാവശ്യം മനോരോട് പറയാം. എല്ലാ ദിവസവും കൊടുക്കാറുണ്ട്. അങ്ങനെയല്ല, ഞാൻ ഇവർക്കൊന്നല്ല, അച്ഛൻ ഈ നേരത്തെ തൊട്ട് എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അപ്പം ജസ്റ്റ് പണിക്കരപ്പം ശ്യാമ ചേച്ചി ബാങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട് കുറച്ചാണ്. അപ്പം എല്ലാ വിഷുവിനും മണിക്കരയായിട്ട് ഒന്നെങ്കിൽ പുതിയ ഫ്രഷ് നോട്ട് 10 രൂപ ഫ്രഷ് നോട്ട് അത് വിളിച്ചു തരും. അതല്ലെങ്കിൽ മറ്റേ പുതിയ 10 രൂപ കോയിൻ ഇറങ്ങിയ സമയമില്ല, ആദ്യമായിട്ട് ഇറങ്ങി കോയിൻ കിട്ടുന്ന ആദ്യത്തെ തവണ എനിക്ക് ആ കോയിൻ തരുന്ന മണിക്കരയാണ്. എല്ലാ വർഷവും അത് കൃത്യമായിട്ട് ചെയ്യുകയാണ്. ഞാനത് അതിനുശേഷം ഞാൻ നമ്മുടെ കൂടെയുള്ള ചെറിയ വിഷ്ണു മൃദംഗം വായിക്കുന്നത് അവർക്ക് കൊടുക്കുമായിരുന്നു. ചെറിയ പിള്ളേർക്ക് മാത്രം കൊടുക്കണം, ബാക്കി എല്ലാരും അപ്പൊ കുമാരായെന്നാണോ? അങ്ങനെയല്ല, നമ്മളെ കണ്ടും പ്രായം കുറഞ്ഞവർക്ക് കൊടുക്കുന്നു. ഞങ്ങളോട് പഠിച്ചത് ഇതിപ്പോ പ്രായം പറയേണ്ടി വരും. ആണല്ലേ? അല്ല, ഞാനും പ്രായം കുറഞ്ഞതാ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുവാണെങ്കിൽ ഈ പ്രാവശ്യത്തെ വിഷു എനിക്ക് പറയാലോ. കൈ നീട്ടി തരണോ, തരണോ. അപ്പൊ ആ വൈറലായ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? ആ, മനോഹരി. മടുത്തില്ലേ മനോഹരി? എന്നാ പമ്പാക്കണമതി പാടുന്നു. മടുത്തില്ലെന്ന് വെച്ചാൽ അങ്ങനെ മൈൽ സ്റ്റോണിൽ നിങ്ങൾ ആദ്യമായിട്ടല്ലേ വന്നത്? ഹാർമോണിയം മാത്രമേ ഉള്ളൂ കേട്ടോ, നമ്മുടെ രാജേഷ് മാത്രമേ ഉള്ളൂ പറയും. അത് പറ്റത്തില്ല. അതല്ല, ഓക്കെ ഓക്കെ. അത് പറ്റില്ല, ഒരു കീബോർഡ് എടുത്ത് കൊടുത്തേ. ഞാൻ ഉദ്ദേശിച്ചത് ഹാർമോണിയത്തിന് മാത്രം നിങ്ങൾ ആരും വിട്ടില്ല. മനോഹരി രാധേ രാധേ മുരാരി പെണ്ണേ
പിണങ്ങിയോ കണ്ണങ്ങിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓവൽ ചുണ്ടിൽ മുളം തണ്ടുമൂളി പെണ്ണേ മനസ്സിന്റെ ഉറികളിലൂറിയ സുരനവനീതം പകരാനില്ല മനോഹരി 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 രാധേ രാധേ മുരാരി പെണ്ണേ പിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ ഓവൽ ചുണ്ടിൽ മുളം തണ്ടുമൂളി പെണ്ണേ മനസ്സിന്റെ ഉറികളിലൂറിയ സുഗന്ധനവനീതം പകരാനില്ല. സൂപ്പർ സൂപ്പർ. കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്ക് പാട്ടുകാരെ കാണുമ്പോൾ ഭയങ്കര അസൂയ. നമ്മൾ നിങ്ങളെ പോലെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനും പാടാനൊക്കെ ശ്രമിക്കും, പക്ഷെ പാടാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഓർക്ക ഈ കുട്ടി അപ്രീഷിയേറ്റ് ചെയ്യാണോ? അത് നല്ലതാ, കുറച്ച് ആസ്വാദകരും വേണ്ടേ, പാട്ടുകാർ മാത്രം പോലെ. അതെ അതെ സത്യം. ആസ്വദിക്കാനായിട്ടും അല്ലെ, എനിക്ക് തോന്നുന്നു പണ്ടെന്ന് വെച്ചാൽ ഡാൻസ് ആസ്വദിക്കാൻ എനിക്കൊക്കെ പേഴ്സണലി ഈ മ്യൂസിക് ആസ്വദിക്കാനേക്കാൾ കൂടുതൽ ഡാൻസ് ഷോസ് കാണാനായിരുന്നു പണ്ടൊക്കെ ഭയങ്കര താല്പര്യം. ഇപ്പൊ ഈ റീസെന്റ് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ എനിക്ക് മ്യൂസിക് അല്ലെങ്കിൽ ഇങ്ങനത്തെ വെറൈറ്റി ഓഫ് കോൺസേർട്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് പാട്ടിനോട് ഭയങ്കര ഒരു, അല്ലെങ്കിൽ നമ്മൾ റിയാലിറ്റി ഷോ മാത്രമായിരുന്നു കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു നമ്മൾ സ്റ്റേജ് ഷോ വന്നിട്ട് പാട്ടാണോ വേണ്ട, പാട്ട് കേട്ട് ബോറടിക്കുന്ന ആ ഒരു കാറ്റഗറി നിങ്ങളൊക്കെ കൊണ്ട് അങ്ങ് മാറ്റി ചേഞ്ച് ചെയ്ത് തന്നു. അതങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? പേഴ്സണലി ഇങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പക്ഷെ നിങ്ങളെ പോലുള്ളവരൊക്കെ വന്നതിന് ശേഷമാണ്? സ്റ്റേജ് പ്രോഗ്രാംസ് മാത്രമല്ല, ഈ ഭജൻ എന്നുള്ള ഇത് കാര്യം കാണാൻ തുടങ്ങുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക്കിനെ ഞങ്ങൾ എക്സ്പീരിയൻസ് തുടങ്ങുന്നത് തന്നെ നിങ്ങളിലൂടെയാന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഒത്തിരി പേര് പറയുന്ന ഒരു കമന്റ് ആണ്. ഞാൻ ഒരു കമന്റ് വായിച്ചതാണ്, സർജറിക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഭജൻ കേട്ടിട്ട് പോയി, പിന്നെ 24 hours നിങ്ങളുടെ ഭജൻ കേട്ടോണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാന്. നിങ്ങളുടെ ഓരോ ഇന്റർവ്യൂസിന്റെ എനിക്ക് കമന്റ്സ് ആയിരുന്നു ഭയങ്കര. ഞാൻ ഇന്റർവ്യൂ അവിടെ ഓൺ ആക്കിയെങ്കിലും കമന്റ്സ് നോക്കുമ്പോ അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ എന്റെ മോളുടെ വിവാഹ ചടങ്ങില് നിങ്ങളുടെ ഭജൻസ് വെച്ച്, വേറെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇല്ല, എൻട്രി തൊട്ട് അവസാനം വരെ നിങ്ങളുടെ ഭജൻസ് വെച്ചു. അങ്ങനെ ഒരുപാട് അങ്ങനത്തെ കമന്റ്സും കാര്യങ്ങളാണ് ഞാൻ വായിച്ചോണ്ടിരിക്കുന്നത്. നമ്മളുടെ ഞങ്ങളെ ഓഡിയൻസിന് വിളിക്കത്തില്ല, ഞങ്ങളുടെ പാട്ട് കേൾക്കുന്ന ആൾക്കാരെ. കാര്യം ഇവരെല്ലാം ഭയങ്കര ഇമോഷണലി ഞങ്ങളോട് കണക്റ്റഡ് ആണ്. ഞങ്ങള് നന്ദഗോവിന്ദ ഭജൻസിന്റെ ഒരു കമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുക. അങ്ങനെ കൈൻഡ് ഓഫ് ആ ഒരു രീതിയിലാണ്. ഇപ്പം ഞങ്ങളെ കാണുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പൊ അമ്മമാരാണെങ്കിൽ സ്വന്തം മക്കളെ പോലെ കാണുന്നത്. കാര്യം ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് അവര് ഒഴിഞ്ഞിടുവാണ്. അതൊക്കെ ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. അത് ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടെ മനസ്സിലാക്കുന്നു. ദാറ്റ് ഈസ് ലക്ക്. അത് നമ്മൾ എത്ര നമ്മൾ പരിശ്രമിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ എത്ര പാട്ട് പാടിയെന്ന് പറഞ്ഞാലോ അത് കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ആ ഒരു, അല്ലെങ്കിൽ സ്വന്തം ചേട്ടന്മാരെ ആയിട്ടാണ് ഇഷ്ടംപോലെ പയ്യന്മാര് കാണുന്നത്, സ്വന്തം ചേട്ടന്മാരുടെ അടുത്ത് ഇഷ്ടംപോലെ പെൺകുട്ടികളെ കാണുന്നു. അപ്പം അച്ഛന്മാരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഒരു സ്നേഹം ഭയങ്കര വാല്യൂബിൾ ആണ്. അത് അപ്പൊ അതിന് ഞങ്ങള് ഓഡിയൻസ് ഞങ്ങൾ വിളിച്ച് ഞങ്ങൾ കുറയ്ക്കുന്നില്ല, ഓഡിയൻസ്. അപ്പൊ അവരൊരു അല്ല, ഞാൻ പറയാൻ കാരണം ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയില് നമുക്ക് ഒരു സ്പിരിച്വൽ റിട്രീറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ അത് നടത്തുന്ന പ്രീസ്റ്റിനോടൊക്കെ നമുക്ക് കുറച്ച് ബഹുമാനവും കുറച്ച് ഭയങ്കര ഒരു പവർ ആയിരിക്കും നമുക്ക് ആ ഒരു റിട്രീറ്റ്. ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സെഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ പൊതുവെ ഹിന്ദുസിന് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ആചാരങ്ങളൊക്കെ കുറവാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഭജൻസ് പോലെ ഉള്ളതാണ്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് അത് ഫീൽ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ കമന്റ്സിൽ ഇപ്പൊ നമ്മൾ ആ ഒരു സ്പിരിച്വൽ റിട്രീറ്റിന് ശേഷം നമുക്ക് എന്താണോ ചേഞ്ച് ആവുന്നത്, അതേ നമ്മൾ സാക്ഷ്യം പറയാന്നൊക്കെ പറയാം, അതേപോലെ തന്നെയാണ് ഓരോ കമന്റ്സ് എനിക്ക് വായിക്കാൻ ചേർത്തലേ ഇപ്പോഴല്ലേ ഞങ്ങൾ വെഡിങ് പ്രോഗ്രാം ചെയ്യുമായിരുന്നു ഇടയ്ക്ക്. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി നമ്മുടെ വലിയ ഫാനായിട്ട് അതിന്റെ കല്യാണത്തിന് നമ്മുടെ പ്രോഗ്രാം മാത്രം മതി എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചു. ചെന്ന് കഴിഞ്ഞപ്പം പൂജ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളോട് റിക്വസ്റ്റ് ചെയ്തേക്കുന്ന എന്റെ കെട്ടുന്ന സമയത്ത് എന്റെ ബോശംബോ എന്ന് പറഞ്ഞ പാട്ട് പാടണം. കൊച്ചിങ്ങനെ മനോഹരി അങ്ങനെ ഓരോ പാട്ട് അത് വന്നേക്കുന്നിട്ട് അത് മതി. എന്നിട്ട് മറ്റേ ഇതൊന്നും ഇല്ല, ചടങ്ങുകളൊന്നും ഇല്ല. വരുമ്പോ ഈ പാട്ട്, കല്യാണം കഴിക്കുമ്പോ താലി കെട്ടുമ്പോ ഈ പാട്ട്, അങ്ങനെ മോഹിനിയാട്ടം കൂടെ സെറ്റ് ചെയ്ത് നമ്മുടെ പാട്ടിന്റെ ഇതനുസരിച്ച് ബ്രൈഡ് വരുമ്പോ കൂട്ടത്തില് മോഹിനിയാട്ടം ഒന്നുമില്ല, വേറെ ഒരു പരിപാടിയില്ല. എല്ലാം നമ്മുടെ പ്രോഗ്രാം വെച്ചിട്ട് അവര് കല്യാണം നടത്തി. ഒരുപാട് പേരുടെ പ്രാർത്ഥന എനിക്ക് തോന്നുന്നു നിങ്ങൾ പോലും അറിയാത്ത ഒരുപാട് പേര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വഴിപാടുകൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി. അതെ അതെ ഞങ്ങളുടെ ഇപ്പൊ ഒരു ദിവസം മിക്കവാറും ടെമ്പിൾ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവിടുന്ന്
ലൈവുകൾ പോവാറുണ്ട്. അപ്പം സ്ഥിരം ഈ ലൈവിന് വേണ്ടി ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിൽ. അപ്പൊ അവര് ഇരുന്നിട്ട് ഒരു ദിവസം നമ്മളുടെ തൊണ്ടെന്ന് ഇടറി അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ അത് നോക്കി ഇരുന്നിട്ട് എന്ത് പറ്റി മോനെ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. അങ്ങനെ എന്നിട്ട് അവര് തന്നെ വഴിപാട് കഴിച്ചിട്ട് നമ്മളുടെ പേര് കഴിച്ച് ഫോട്ടോയൊക്കെ അയച്ചു തരും. അങ്ങനെയൊക്കെ അത്രയും കാര്യമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അവർ അയച്ചു തരും നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള വോയിസ് റെസ്റ്റ് എടുക്കണം ഇങ്ങനെ അങ്ങനെയുള്ള കെയർ ഒക്കെ. അത് ഭയങ്കര ഒരു ഇതുപോലെ റീൽ കട്ട് കണ്ട ഒരു അമ്മൂമ്മ ഇങ്ങനെ നവീന് ചേട്ടന്റെ എന്തോ ഒരു ഗിഫ്റ്റ് ഇങ്ങനെ തീരെ വയ്യ പക്ഷെ എന്തോ പറയുന്നതും കാര്യങ്ങളും ഞാൻ ഒരു റീലിൽ ഇരിക്കുന്നതും കാര്യങ്ങളും ഒക്കെ എന്ന് വെച്ചാൽ ഒട്ടും വയ്യ പക്ഷെ നിങ്ങളെ കണ്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് റീൽ കട്ട് തന്നു എന്ന് വെച്ചാൽ വളരെ കുറവാണ്. നമുക്കൊക്കെ ഇപ്പൊ കോൺസേർട്ട് കാണുമ്പോൾ നമ്മുടെ എന്ന് വെച്ചാൽ ഒരു ജിൽ ജിൽ ഒരു വൈബായിരിക്കും. ആ ഒരു ഫാൻ ബേസും നിങ്ങൾക്കുള്ള ഒരു ഫാൻ ബേസും എനിക്ക് ഭയങ്കര ഡിഫറൻസ് ആണ്. നിങ്ങളോടുള്ള ഒരു ഭക്തി അതെ അതെ മറ്റേന്ന് വെച്ചിട്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ ഒരു ഫാൻ ബേസും നിങ്ങളുടെ ഒരു ഇമോഷണൽ കണക്ഷൻ ആയിട്ട് എനിക്ക് പല കണക്ടീസ് എന്നാണ് ഈ ഭജൻ കണക്ട് ഞങ്ങളെ കണക്ടീസ് വിളിക്കുന്നത്. ഓഡിയൻസ് അല്ല ഒരു മാഗ്നറ്റിക് അല്ലെ ഒരു പവറും കാന്തവും ഒക്കെ ഉണ്ട് നിങ്ങളുടെ ഇമോഷണൽ കണക്ഷൻസ്. ഓക്കെ ഈ എന്നാ കുട്ടികൾക്ക് അറിയോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഭജൻസ് ഒക്കെ ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ആണ് മക്കൾക്ക് അറിയാൻ അറിയാം. കാര്യം എന്റെ കുട്ടികളൊക്കെ ജനിച്ച് വീഴുന്നത് വീട്ടിലും കോവിഡിന്റെ സമയത്താണ് അവരുണ്ടാവുന്നത് 2020. അപ്പൊ അവര് രണ്ടുപേരും വീട്ടിലേക്ക്. അപ്പൊ ആ സമയത്ത് എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എല്ലാ വീക്കെൻഡിലും പ്രാക്ടീസ് സെഷൻസ് റെക്കോർഡിങ്. അപ്പൊ അവര് കാണുന്നതേ ഉണ്ടാകുമ്പോഴേ തൊട്ടേ ഇത് തന്നെയാണ്. പിന്നെ സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു മോനായിട്ട് സ്റ്റേജിലൊന്നും വന്നിട്ടില്ല. ഇനി നിങ്ങളുടെ എയിം എന്താ? നോൺ മലയാളീസ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ മുന്നിൽ ഭജൻസ് പെർഫോമൻസ് ചെയ്യണം എന്നാണോ നിങ്ങളുടെ ഒരു ആഗ്രഹം? ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നോൺ മലയാളീസ് ഹൈദരാബാദിൽ ഞങ്ങൾ പോയി ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ പെർഫോം ചെയ്തപ്പോഴും ഞങ്ങൾ കുറച്ച് തെലുങ്ക് പാട്ടൊക്കെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയി. അല്ല അവിടെ ചെന്നിട്ട് മലയാളം പാട്ട് അല്ല അതെ പറയാൻ വന്നത്. അപ്പൊ തെലുങ്ക് പാട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് പോയപ്പോ അവര് വന്നൊരു ലിസ്റ്റ് തരും. മനോഹരി രാധേ രാധേ മലയാളം പാട്ടുകൾ അവര് ഇങ്ങോട്ട് മലയാളീസ് അല്ല. ഞാൻ കരുതിയത് കുറച്ചെങ്കിലും മലയാളീസ് അല്ലെങ്കിൽ അങ്ങനെയില്ലോ പ്യുവർലി നോൺ മലയാളീസ് അവര് വന്നിട്ട്. അപ്പൊ അവര് നമ്മുടെ മലയാളം പാട്ടുകള് അവിടെ എല്ലാം റീച്ച് ആവുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അതെ ഇപ്പൊ നമ്മുടെ മലയാളികൾ ഇപ്പൊ ഫിലിം ആയിക്കോട്ടെ ലോകമെമ്പാട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഓരോ കാറ്റഗറി എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളെ പറ്റി ഒരുപാട് ആഫ്റ്റർ കോവിഡിന് ശേഷം വന്ന ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അല്ലെ. നമുക്ക് എവിടെ ചെന്നാലും മലയാളി എന്ന് പറയാൻ ഭയങ്കര അഭിമാനമാണ്. ഇനി ഓസ്ട്രേലിയ ചെന്ന ഒരുപാട് ഫോറിനേഴ്സിന്റെ മുന്നിൽ മനോഹരി രാധേ രാധൊക്കെ പാടാൻ അത് എയിമുണ്ടോ? ഇങ്ങനെ ഫോറിനേഴ്സ് മാത്രം എന്നിട്ട് നമ്മുടെ മലയാളം ഭജൻസ് ആഗ്രഹമുണ്ട്. ചെറിയൊരു പരിപാടി നടക്കുന്നുണ്ട്. നടക്കുമെങ്കിൽ നടക്കട്ടെ. എല്ലാവിധ ഐശ്വര്യം ഉണ്ടാട്ടെ. മറ്റേ ദും ആ സോങ്ങിന്റെ ഒരു വേർഷൻ നിങ്ങളുടെ അതൊന്ന് പാടിയാലോ? ഒന്ന് പാടിത്തരൂ. 1 2 3 4 സന്ധ്യ പൂക്കുമൊരു സാന്ദ്ര കുങ്കുമം ചാത്തി നിന്നെ കണ്ണാ നിന്റെ മെയ്യതിൽ ചേരും ചന്ദനഗന്ധമായി കണ്ണാ നിന്റെ നോപുരം ലോലമാടുന്ന നാദമായി കണ്ണാ നിന്റെ ലീലകൾ മോദമോടുന്ന നാമമായി കണ്ണാ ശ്യാമമേഘചാരുതയാ ലാസ്യമാടും മിഴികൾ നീലപത്മ കവിളിണകൾ കാറ്റിലാടും കുറുനിരകൾ ഇന്നഴകതു മൊഴിയുവാനൊരു പദമുണ്ടു കണ്ണാവിന്നാ മായ മാധവ രാധാമായ മഴവിൽ തേരിറങ്ങി വന്ന മായാമാധവൻ മനസ്സിൽ നർത്തനമായി മയക്കും മഞ്ചിമയാ കുളിർക്കും നിർവൃതിയാ തളിർക്കും സാന്ത്വനമായി.
അടിപൊളി ഇപ്പൊ ശരിയായി. സൂപ്പർ. ഓക്കെ, നിങ്ങളെന്താ പറഞ്ഞ പടി പടി പടുത്ത പാട്ടുകൾ, അതുകൊണ്ട് ഞാൻ അങ്ങ് പഴയതെന്നൊക്കെ എടുത്തിട്ട് വന്നു. നിങ്ങൾക്ക് അധികം ആർക്കെങ്കിലും പാടിയിട്ടില്ലല്ലോ നമ്മള് സ്റ്റേജിൽ സ്റ്റേജ് പാടിയൊക്കെ കുറെ കാലമായി. ആ ഓക്കെ, അപ്പൊ എന്നെ നിങ്ങൾ സ്മരിക്കണം കേട്ടല്ലോ. ഞാൻ ഓർമ്മ ഞങ്ങളെന്നും സ്മരിക്കുന്നുണ്ട്. കണ്ണൻ കണ്ണൻ എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിലിമിൽ അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ടോ? അഭിക്ക് ചാൻസ് കിട്ടി. ആ അഭിക്കാ ഏത് പടത്തില്? ഏത് പടത്തില്? അതറിയത്തില്ല അവന്. അത് വരുന്നേ ഉള്ളൂ. ഒരു കുഞ്ഞിന്റെ അല്ല കുഞ്ഞല്ല, Confirm ആയിട്ടില്ല. വരുമാനായിട്ടാ. സീരിയസ് ആയിട്ടാണ് ഞാൻ ഓർത്തത് നിങ്ങൾ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് വിളിച്ചത്. Oh my ആ. God, അഭി. നായകന്റെ അനിയനായിട്ട് കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേനും മറ്റേ കൊല്ലുവാണ്. അതിനുശേഷം ഫോട്ടോ അതിനുശേഷം ഞാൻ ഓസ്ട്രേലിയയിലാണ്. ഫോട്ടോ ഫോട്ടോ വെച്ചിട്ടുണ്ട്. 3 എക്സ്പ്രഷനിലുള്ള ഫോട്ടോ ചോദിച്ചിട്ടുണ്ട് അവൻ. നോക്കാം എന്താ ആവും എന്നുള്ള ഓക്കെ, കാര്യം. അത് ഈ ഒരു ബജൻസ് ഒക്കെ കണ്ട് അങ്ങനെ കോണ്ടാക്ട് അങ്ങനെ വന്നതാണോ? ഓക്കെ, എടാ അവര് പറയുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പറയുന്നു പറഞ്ഞിട്ടുണ്ടോ? ഏതാ? പറയുന്നു പറഞ്ഞിട്ടുണ്ടോ? സസ്പെൻസ് എന്ന് ഇല്ല, നമ്മള് പറയുന്നുണ്ടോ? ഫിലിം Suspense ആണോ? പേരൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. ചാൻസ് ഇവൻ കിട്ടിയിരുന്നല്ലോ. അഭിനയിക്കുന്നത് തന്നെ സസ്പെൻസ് ആണോ എന്ന് അറിയത്തില്ല. ഇല്ല. അപ്പൊ എന്തൊക്കെ ഭാഗ്യല്ലേ അഭിക്ക് വന്ന് ചേരുന്നത്. ഇൻഷാല്ലാ. കമ്മിറ്റഡ് ആയി, ഫിലിം കിട്ടി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കമ്മിറ്റഡ്. നിങ്ങൾ വേറെ ആരെയും വിളിച്ചില്ല? നിങ്ങൾക്ക് സങ്കടം ഉണ്ടോ അഭിനെ തന്നെ ആദ്യം വിളിച്ചതില്? ഒരു സങ്കടമില്ല. ഒരു സങ്കടമില്ല. സന്തോഷമുള്ളൂ. അങ്ങനെ വിളിച്ചായിരുന്നു ഒരു പടത്തില്. എനിക്ക് സ്ക്രിപ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നു. ആ സ്ക്രിപ്റ്റ് ഒക്കെ ഫുള്ള് ഞാൻ വായിച്ചായിരുന്നു. വായിച്ചാന്നിട്ട് എന്താ പോവാതെ? താല്പര്യമില്ല. താല്പര്യമില്ല. തൽക്കാലം താല്പര്യമില്ല. ഓക്കെ, വേറെ ആർക്കെങ്കിലും ആക്ട് ചെയ്യണം എന്നൊക്കെ താല്പര്യമുണ്ട്? ചേട്ടന് താല്പര്യമില്ലേ? ഇല്ലേ? ഇവനെ വിളിച്ചാ പണ്ട് ട്രെയിനായിരുന്നപ്പോ അല്ലേ, ഓർക്കുന്നില്ലേ? ഒരാളെ ചോദിച്ചാ ചോദിച്ചേട്ടനാണോ? അല്ലല്ല, നമ്മള് ബാലരാമപുരം പോയപ്പോ ട്രിവാൻഡ്രം പോയപ്പോ തൊട്ടിരുന്ന ഒരു പുള്ളി. താല്പര്യമുണ്ട്. ആ ഒരാള് പറഞ്ഞു താല്പര്യമുണ്ടെന്നാ. ഞാൻ ചെറുതായ റോൾ ചെയ്തിരുന്നു. ഞാൻ നേരത്തെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യാം, പ്രൊഡക്ഷൻ മാനേജർ. ആ ഓക്കെ അപ്പം ഓക്കെ. കൊച്ചിങ്ങിനോട് ഒരു കോൺസ്റ്റബിൾ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ, അപ്പൊ ചേട്ടന് അഭിനയിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്. ഓക്കെ, കേട്ടല്ലോ കേട്ടോ, ചേട്ടനാണ് അഭിനയിക്കാൻ. ചേട്ടന് താല്പര്യമുണ്ടോ? ഇല്ല. എന്താ ഒരു പേടിയുള്ള ഇവരൊന്നും പറയത്തൊന്നുമില്ല. പ്രവീൺ ചേട്ടനോ? ഏയ് ഇല്ല. ഈ നിങ്ങൾ ഇതില് ഞാൻ പ്രത്യേകം ചോദിക്കാൻ കാരണം, നിങ്ങൾ പാട്ട് പാടുമ്പോൾ ഒരുപാട് എക്സ്പ്രഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നിങ്ങളെ സ്റ്റേജിൽ കാണാൻ നല്ല ഭംഗിയാണ്, നല്ലൊരു എന്താ പറയാ, നല്ല രസമാണ്. സുന്ദരന്മാരിങ്ങനെ കുറെ പേര് ഇരുന്ന് പാടുന്ന പോലെ. ഇപ്പൊ കാണാനും ഭംഗിയുണ്ട് കേട്ടോ സ്റ്റേജിൽ. സ്റ്റേജിൽ മാത്രമേ ഉള്ളതാണ്. അല്ല, അതാ ഞാൻ മുൻകൂട്ടി പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഫിലിമിലൊക്കെ ഇങ്ങനെ കോൾസ് വരാറുണ്ടോ, അഭിനയിക്കാൻ താല്പര്യം? സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ഗ്ലോ വരുന്നത് നമ്മൾ അത്രയും സമയം ഈ പാട്ട് പാടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഇതുണ്ടല്ലോ. യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നവർക്ക് എപ്പോഴും നമുക്ക് കാണുമ്പോൾ ഒരു അതെ ഫീൽ അതെ 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 അതെ. ആ സെയിം ഇത് തന്നെയാണ്. ഞാൻ ഇപ്പൊ പലപ്പോഴും എന്റെ ഫ്രണ്ട്സും അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞത്, നിങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ ഉള്ള ആ ഒരു ഇതും അത് കഴിഞ്ഞിട്ടൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ എൻറ്റയർലി നിങ്ങളുടെ ഒരു ഇതെല്ലാം ചേഞ്ച് ചേഞ്ച്. ആവും. അതെ അതെ കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിലേക്ക് വന്നു. ഇപ്പൊ പാട്ടുകൾ കുറച്ച് പാടിക്കും നമ്മൾ. ഇപ്പൊ ശിവന്റെ പാട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ ആ ഒരു പമ്പ് ചെയ്ത് നിൽക്കുന്നു ആ അതെ, അതെ, സമയത്ത്. അതെ. പമ്പ് ചെയ്യുമല്ലോ ഫേസിലൊക്കെ. അതായിരിക്കാം അന്നേരം ആ സമയത്ത് എന്റെ കുറെ ഫ്രണ്ട്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതെ 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 അതെ. അത് ഞാനും പേഴ്സണലി നോക്കുമ്പോ നിങ്ങളെ കാണാൻ എല്ലാം നല്ല എന്താ പറയാ, ഇങ്ങനെ ഗ്ലോ ചെയ്ത് ഇങ്ങനെ ഇരിക്കാന്നൊക്കെ പറയില്ലേ. കേക്കരുത് ആരും. മ്യൂസിക്കലിയും കുറെ റീസൺ ഉണ്ട്. കാര്യം അതെ. നമ്മൾ പല സമയത്തും പല ആർട്ടിസ്റ്റുകൾ വായിക്കുന്നതും എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ട്, അതെ കീബോർഡിൽ ഒരു സാധനം. അതെ 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 അപ്പൊ ഇത് എന്തെങ്കിലുമൊക്കെ വായിക്കും. അപ്പൊ അത് നന്നാവുമ്പോ നമുക്ക് നമ്മുടെ ഫേസിൽ അത് വരും. അതെ 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 അതെ. നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ടോ? ഇല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം നിന്റെ ഫ്രണ്ട് ഇന്നലെ ഫ്രണ്ട് ചോദിച്ചു. ഫ്രണ്ട് വന്നപ്പോഴത്തേക്ക് അവന്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പറയാണ്, അമ്മ നമുക്ക് ഇറങ്ങാം, അവർക്ക് ഇനി മേക്കപ്പ് ഒക്കെ ഉണ്ടാക്കി. ഞാൻ എന്ത് മേക്കപ്പ് കുളിച്ചിട്ട് പോലും കഴിയാ ചന്ദനം അങ്ങ് തൊടുക, ഡ്രസ് ഇടുക. ഡ്രസ് ഇടുക, അല്ലാതെ ഒന്നുമില്ല. നിങ്ങൾക്ക് മേക്കപ്പ് മാൻ ഒന്നും ഇല്ലേ? ഹെയർ ഒന്നും സെറ്റ് ചെയ്യില്ല നിങ്ങൾ? ഹെയർ സെറ്റ് ചെയ്യും. ഞാൻ തന്നെ ചീപ്പൊണ്ടി സെറ്റ് ചെയ്യും. അതല്ല ഞാൻ ഇത് അങ്ങനത്തെ പരിപാടി ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നവരാ. ഹെയർ സെറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അധികം നേരം എടുക്കാറുണ്ട്. ഓക്കെ, നിങ്ങൾ മറ്റേ ഒരു ലിപ് ബാം പോലും യൂസ് ചെയ്യാറില്ല? ഓ, ഹെയർ സെറ്റ് ചെയ്യാനായിട്ട് ഞങ്ങള് മറ്റേ- ചീപ്പ് കൊണ്ടുവരാനായിട്ട് അവരുടെ ഉള്ളിൽ പോയി ഞാൻ ചീപ്പ് എടുക്കും. 1-2 പ്രാവശ്യം ചെയ്തത് അബദ്ധമായോണ്ട് നിർത്തിയ പരിപാടി. അതായത് ഞങ്ങള് ഭജൻ കണക്കില് ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് വാരി മുഖത്ത് അത് നല്ല വൃത്തികേടായപ്പോഴത്തേനും നമുക്ക് അറിയത്തില്ല. ഞങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് ചുമ്മാ ചെയ്ത് നോക്കാം. ആ. അത് ഒരു ഭജൻ connect ഉണ്ട്. അത് എനിക്ക് ആലപ്പുഴയിൽ ആലപ്പുഴ ആരാ ഹരികൃഷ്ണൻ? അല്ല കൊല്ലം. ആ, okay. ആലപ്പുഴ തന്നെ ഞാനുണ്ടോ ബാംഗ്ലൂർ ചെയ്തായിരുന്നു. ഭയങ്കര ആൾക്ക് ഹരികൃഷ്ണനാണ് മേക്കപ്പ് കിറ്റ് ഉള്ളത്. അല്ല, അത് അന്ന് ബാംഗ്ലൂർ വെച്ച് വാങ്ങിച്ച. ഈ സാധനത്തിന് ആക്ച്വലി
ഇത് എന്റെ ഭാര്യ പിന്നെ പറഞ്ഞു ഇത് നിങ്ങളുടെ ടോൺ നോക്കി ടോണിലുള്ള സാധനം വാങ്ങിച്ചു ഇത് എല്ലാവർക്കും ഒരു സാധനം എല്ലാവർക്കും ഒരേ ടോണാ. അയ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പറ്റി അറിയാവുന്ന അല്ലെങ്കിൽ ഇതിനെ റിസർച്ച് ഒന്നും ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും അവൻ വാങ്ങിച്ചോണ്ട് വരും അതെല്ലാരും കൂടെ മോതയ്ക്ക് പിടിച്ചു ചോദിച്ചു അല്ല ഒരുത്തല്ലേ നമ്മളത് വീട് വേണം ഒന്ന് എനിക്കും വേണം. ഇത് നിങ്ങളുടെ ടോൺ നോക്കി എന്താ ആവശ്യമുള്ളത് അല്ലെങ്കിൽ വൃത്തികേടായിട്ടിരിക്കുന്നത് ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് രണ്ടാം അപ്ലൈ ചെയ്യണല്ലേ ഇത് എപ്പോഴൊക്കെ ചെയ്യേണ്ടത് പോലും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ലാസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ആദ്യം ഇടും. ഇത് ഇട്ടില്ലേ എന്നാ ഇത് ഇട്ടോളാൻ പറയും. അങ്ങനെയാ കൊറേ സാധനങ്ങളുണ്ടല്ലോ ഇതൊക്കെ അങ്ങ് ഇടുമ്പത്തിന് മേക്കപ്പോ കോമഡി അതിനകത്ത് ഒഴിവാക്കി ഒഴിവാക്കി അതിലായിരിക്കും. അതാണ് ശരിക്കും അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിലേത് നല്ല വെളുപ്പുള്ള അതെ ശരി. അത് കഴിഞ്ഞപ്പോ വൃത്തിയോടായിട്ട് അത് ഏതാ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടോ നിങ്ങളുടെ? പറയുന്നില്ല അത് ഏത് വീഡിയോ എന്നൊന്നും അറിഞ്ഞാൽ കൂടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാലോ. നന്ദഗോവിന്ദ് ആദ്യമായിട്ട് മേക്കപ്പ് ഇട്ട സ്റ്റേജിൽ കയറിയത് അവര് പ്രൊഫഷണൽ ആയിട്ട് അവര് ചെയ്യുന്നത് ഇതുപോലെ എല്ലാവർക്കും പല ടോണല്ലോ. തോന്നിയില്ല കേട്ടോ ഇത് എല്ലാവർക്കും ഒന്നും തന്നെ ഒരു തന്നെയാ അവരിവിടുന്നത് തന്നെയാ. അത് ഇതായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും തന്നിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ നിങ്ങളുടെ ടീമിൽ കൊണ്ടുവരണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? തോന്നിട്ടില്ല. എനിക്ക് വലിയ വലിയ ഷോസ് ഒക്കെ വരുമ്പോഴത്തേനും ഡെഫിനറ്റ്ലി ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. അപ്പൊ നമ്മളുടെ ഇപ്പൊ ദുബായിൽ ഒരു വലിയൊരു ഇവന്റ് വരുന്നുണ്ട്. വേൾഡ് ട്രേഡ് സെന്ററിലായിരിക്കും ഞങ്ങളുടെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഒരു ഭജൻ ഇന്നേരം നടന്നിട്ടില്ല. അപ്പൊ അതൊക്കെ നമ്മള് ഓഗസ്റ്റിലാണ്. അപ്പം 2 സ്റ്റേജ് ഉണ്ടാവും. അപ്പൊ ഒരു സ്റ്റേജ് നമ്മൾ അനൗൺസ് ചെയ്യുന്നേ ഉള്ളൂ. ബ്ലൂ സിംഫണി എന്ന് പറഞ്ഞിട്ട് നന്ദഗോവിന്ദന്റെ വേറൊരു ഫേസ് ആണ്. ഒരു നമ്മളൊരു ഫേസ് എന്ന് വേണമെങ്കിൽ കൂടെ പറയാം. നോട്ട് ജസ്റ്റ് എ ഭജൻ. അപ്പൊ അതിൽ നമ്മളെ ബിജു നുരങ്കില്ലേ അദ്ദേഹം കൊറിയോഗ്രാഫി ചെയ്യുന്ന നമ്മളുടെ ഒരു ഡിഫറെന്റ് ഫോം ആയിരിക്കും. നമ്മളൊരു അതിന്റെ ബ്ലൂ സിംഫണി എന്നാണ് അതിന്റെ ടൈറ്റിൽ. അപ്പൊ അതൊരു തീമാറ്റിക് ആയിരിക്കും. അപ്പൊ അത് ദുബായിലാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഗൈസ് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ നന്ദഗോവിന്ദ ടീമിനെ നമ്മളൊരു സെഗ്മെന്റ് ഒരു അന്താക്ഷരി സെഗ്മെന്റ് ആണ്. കാരണം നിങ്ങൾ ലൈക്ക് നമ്മളൊരു പാട്ടിന്റെ പാടി നിർത്തും, ആ അക്ഷരം വെച്ച് അടുത്ത പാട്ട് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും 8 പേരാണ് ഇരിക്കുന്നത്. 4 ടീമായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ചേട്ടൻ അപ്പൊ ഈ ഹാർമോണി ചേട്ടൻ നമുക്ക് റെഫറി ബാറ്റിംഗും ബോളിംഗും കിട്ടണം. നമുക്ക് കോമണർ വെച്ച് തുടങ്ങുക. അതിന്റെ ലാസ്റ്റ് അക്ഷരം വെച്ച് ഇവര് പിടിക്കുക. ആരാണ് ഔട്ട് ആണ് എന്ന് നോക്കാം. അതിനകത്ത് ഒരാളെ ഇവിടെ തരുവാണെങ്കിൽ ഇല്ല നിങ്ങളുടെ ഞാൻ ബൈക്കില്ല. അറിയാതെ പോലെ പാടി വെച്ചാൽ മതി. ഇത് ഫണ്ണാണ്. ഓക്കെ ഞങ്ങളും കൂടെ പഠിക്കും. ഫൺ ഗെയിം. പക്ഷെ കോമ്പറ്റീഷൻ വേണം കേട്ടോ. ആരാ നോക്കണം? അപ്പൊ ആദ്യം ആരാ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡിവോഷണൽ സോങ്? ആദ്യം ഏത് ടീമാ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഒരു ലാസ്റ്റ് നിങ്ങൾ എൻഡ് ചെയ്യുന്ന അക്ഷരം വെച്ച് നിങ്ങൾ പാടണം. സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം ശരണാഗതം കൃഷ്ണ മധുരാപുരി സദനാ മൃദുവദനാ മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ കൃഷ്ണ കണ്ടോ കിഴക്കേ നടയ്ക്കൽ മഞ്ജുളാലിന്നു ചാർത്തിച്ച മാല. കണ്ടോ കിഴക്കേ നടയ്ക്കൽ മഞ്ജുളാലിന്നു ചാർത്തിച്ച മാല. മാല മണിമുത്തുമാല മന്ദാരവര പുഷ്പമാല മാലേയമാല മൈപ്പീലിമാല മനസ്സിലെ മഞ്ചാടിമാല സ്വാമിക്കുമാല മഞ്ഞുമാല. മാല വീണ്ടും മാര മാര വീരനന്ദ മാധവ സുതനയ്യപ്പൻ മന്ദമാരുത സേവിതൻ മന്ദാര പ്രിയനയ്യപ്പൻ.
സ്റ്റാർട്ടിങ് അങ്ങനെയല്ലല്ലോ. അല്ല തെറ്റി തെറ്റി. മലയാളം മാത്രമേ പറ്റുള്ളൂ. അല്ല അത് വേണേ പാടാം, അങ്ങനെ പാടില്ലേ. അഷ്ടപതിയിലും തുള്ളി തുളുമ്പുന്ന അമ്പലപ്പുഴയിലെ തിരികത്തുന്ന കൽവിളക്കും ചാരി നാരായണ നാരായണ. നാദം കേൾക്കുവാൻ നടപടി തൊട്ടു നാഗമെന്നല്ലയോ ഞാനറിഞ്ഞു. പിന്നെയും കാലമാം നാഗം വിളിക്കുന്നു ശ്രീവടക്കും നാദനീശ്വരനും. ശിവനാമ പഠിക്കും. നീ പറഞ്ഞു ശംഭോ മഹേഷ്. ഈശ്വര സൗഭാഗ്യദായക ശരണം തവ ശരണം. ചരണം അത്ര മതി. ശരണം ശരണം ചന്ദന ചർച്ചിത നീലകളേവരം എന്റെ മനോഹരമേ കായാമ്പൂവിലും എന്റെ മനസ്സിലും കരിമഴ പെയ്യുന്ന മേഘം ഏത് ഗുരുവായൂരിലെ മേഘം. മേഘം അന്ത്യാക്ഷരിയല്ലേ? ടിക് ടിക് വെക്കണോ? മാനസലോല. ചൊല്ലിട് ചൊല്ലിട് ചൊല്ലിട്. എടാ മാനസലോല. ഞാൻ നന്ദോദരം പെട്ടെന്ന് തീരണം. പുളകങ്ങൾ പെയ്യുവാനിവിടെ എവിടെ എട്ടു ദിക്പാലരും മുട്ടുകുത്തിട്ടു ഏറ്റുമാനൂരുഗ്രമൂർത്തേ അഷ്ടമൂർത്തി ചണ്ട താണ്ഡവമാടിടും അണ്ടകടാക സമ്രാട്ടേ നമസ്തേ നമസ്തേ നമസ്തേ. നമദേവ കീർത്തന കരി പ്രേമ ഭരനാച്ച പാണ്ഡുരംഗ നമദേവ കീർത്തന കരി പ്രേമ ഭരനാച്ച പാണ്ഡുരംഗ 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 വിട്ടൽ. പാലാഴിച്ചേലോടെ പായും പമ്പേ നിന്നെ പൂണൂല പൊന്നയ്യൻ ചാർത്തുന്നുണ്ടേ. പാലാഴിച്ചേലോടെ പായും പമ്പേ നിന്നെ പൂണൂല പൊന്നയ്യൻ ചാർത്തുന്നുണ്ടേ. അത് പാടുപെടും. ഓക്കേ. എല്ലാ അക്ഷരങ്ങളും കിട്ടുന്നുണ്ടല്ലേ ഡിവോഷണൽ സോങ്? എത്ര പാട്ട് പാടി. അതായിരുന്നു ഐഡിയ. പരിപാടിയിൽ 20 പാട്ടായല്ലേ? എന്താ അറിയാമോ, നിങ്ങളെ നിർത്തിപ്പിക്കാൻ തോന്നുന്നില്ല. വേണം ഞാൻ നിർത്തിപ്പിക്കാം. ഇവൻ ഒഫീഷ്യലി എന്നെ നിർത്തിപ്പിച്ചേക്കാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. കാരണം വിഷു എപ്പിസോഡാണ്. വിഷുപാട്ടൊന്നും വേണ്ടേ? ഞങ്ങൾ അതായിരുന്നു പ്ലാൻ ചെയ്തത്. അല്ല, വിഷുപാട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. എൻറ്റിലെ പാട്ട് കഴിഞ്ഞിട്ട് റിസപ്ഷനിൽ പോയിട്ടാണ്. ഉടനെ പഠിച്ചിട്ടുള്ളൂ. അതെ, നമുക്ക് ചെത്തിമന്താരം പാടാം. നിക്കട്ടോ, ഞാൻ ഒന്ന് എല്ലാം നിങ്ങളോട് പറഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ വിഷു എപ്പിസോഡിൽ നന്ദഗോവിന്ദം നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഒരുപാട് റിക്വസ്റ്റുകൾ വരാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി, കാരണം ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡേ തന്നെയാണ് ഇവരെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അപ്പൊ ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഒരുപാട് സ്റ്റേജ് നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് എന്താ പറയാ, ജെൻസി വൈബ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യിച്ച ഒരു ടീമാണ്. ഒരുപാട് പേരെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും സാധിക്കട്ടെ. ഞങ്ങൾ എല്ലാവരും നല്ല ഫാനാണ്. നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം ലോകമെമ്പാടുള്ള എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യമാകട്ടെ ഈ വർഷം എന്ന് ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. അപ്പൊ വിഷു ആണ്. അപ്പൊ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു വിഷു സോങ്ങിലൂടെ തന്നെ അല്ലെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ചെത്തിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണണം. ചെത്തിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കാണണം.
മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കൂഴലൂതിക്കൊണ്ടും കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കൂഴലൂതിക്കൊണ്ടും കണി കാണണം. ഭാഗച്ചാർത്തു കഴിയുമ്പോൾ വാസന പൂവണിയുമ്പോൾ ഗോപികമാർ കോപിക്കുന്നോരുണൽ കാണണം. പാസി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.